ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന എയർ ഫ്രയറിൽ മുട്ട പുഴുങ്ങിയാണ്. അതിനുവേണ്ടി ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ. അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ എയർ ഫ്രയർ ഒരു 135 ഡിഗ്രിയിൽ ഒരു 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു. അതിനുശേഷം 15 മിനിറ്റാണ് ഞാൻ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹീറ്റ് കുറവാണെങ്കിൽ ഇത് എഗ്ഗ് പൊട്ടിപ്പോവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം 135 ഒരു 15 മിനിറ്റ്സ് വെച്ചാൽ നല്ല കറക്റ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾ നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ല തണുത്ത വെള്ളമില്ല, ആ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് തണുക്കാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ പൊളിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ശരിക്കും വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് എഗ്ഗ് പോലെ തന്നെ ഇരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വരും. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട വയ്ക്കാം. ഇത് മുട്ടി ഇരിക്കാൻ പാടില്ല കേട്ടോ, സ്ഥലം ഉണ്ടാകണേ. ഇപ്പം 4-5 മുട്ടയൊക്കെ 5-6 മുട്ടയ്ക്ക് നമുക്ക് അറ്റ് എ ടൈം പുഴുങ്ങാൻ പറ്റും കേട്ടോ. തോന്നില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി 130 ഡിഗ്രി ഇത് വെച്ചിട്ട് 15 മിനിറ്റ് ആക്കിയാലും നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. അത് പൊട്ടത്തേ ഇല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ 8 മുട്ട വരെ വെച്ച് ഞാൻ പുഴുങ്ങിയിട്ടുണ്ട്, എന്നിട്ടും നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് വിൻഡോ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വിൻഡോയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാം കുക്കാകുന്ന ഇതൊക്കെ നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഇതെടുത്ത് മുട്ടയൊന്നും എടുത്ത് വെക്കാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ കേട്ടോ. ഇനി ഇത് കുക്കായതിന് ശേഷം തണുത്ത വെള്ളത്തിൽ, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമില്ല, അതിലാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ആ വെള്ളത്തിലോട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ പൊളിക്കാൻ. അങ്ങനെയാകുമ്പം ഇത് നന്നായിട്ട് വരും. അല്ലെങ്കിൽ ഈ നമ്മുടെ തൊണ്ടിൻ്റെ അടിയിലൊരു പാടയുണ്ടല്ലോ, അത് നമ്മുടെ മുട്ടയിലോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് മുട്ടയാകെ കട്ടിയായിട്ടിരിക്കും. ഇങ്ങനെയാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത തണുത്ത വെള്ളമാണിത്, ബോട്ടിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് മുട്ടകളിടാം. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് പൊളിച്ചെടുക്കണം. ഓക്കെ, ഇതുണ്ടോ, നല്ല പൊട്ടാതെ നല്ല സൂപ്പറായിട്ട് വന്നുണ്ടോ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലാണ് ഇത് പൊട്ടുന്നത്. അപ്പം 135 to 140 ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരു 10 മിനിറ്റ് ഇതിനകത്തിരുന്ന് തണുക്കട്ടെ, അതിന് ശേഷം നമുക്ക് പൊളിക്കാം. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. മുട്ടയൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി എടുത്തിട്ട് നമുക്ക് പൊളിക്കാം. ഉണ്ടോ, ഒന്നും പൊട്ടിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി ഇത് പൊളിക്കാവേ. നമുക്കിതിനി പൊളിച്ചെടുക്കാം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ടോ എങ്ങനെയാണ് പൊളിക്കുക. ഇതുണ്ടോ, ഇപ്പം നമ്മൾ ബോയിൽ ചെയ്ത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയ പോലെ തന്നെയാണ്. നോക്കിയേ, ഇതിൻ്റെ ടെക്സ്ചർ നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് വരുന്ന കേട്ടോ. പാടയൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് കണ്ടോ പൊളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.